നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഴുങ്ങാനായിട്ടാണ്. അത് പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ അതിൻ്റെ വട്ടത്തിലൊന്ന് ഇതുപോലൊന്ന് ജസ്റ്റ് സ്കിന്നിൽ അരിഞ്ഞു കൊടുക്കുക. അതേപോലെ നൈസ് സൈഡിലും അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളിത് പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 എണ്ണം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയൊരു സവോള, ഒരു പച്ചമുളകിൻ്റെ പകുതിയോളം തന്നെ, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും കൂടി നമ്മൾ കൊത്തി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ചെറിയൊരു തക്കാളിൻ്റെ പകുതി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ആ ഒരു തക്കാളിയുടെ പീസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ 1.25 കപ്പ് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ചേർത്തിട്ട് നന്നായി ഒന്ന് പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടിയതിന് ശേഷം അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ചെറിയ ബോളാക്കി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കൈപ്പത്തിരിയൊക്കെ ആക്കുന്ന രീതിയിലാക്കിയെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അതിനാണ് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ വേണമെന്ന് ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോമ്പിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.